വഞ്ചിയൂരിൽ റോഡടച്ച് സിപിഎം സമ്മേളനം നടത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച് ഹൈക്കോടതി. മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായ നടപടിയാണിതെന്ന് ഹൈക്കോടതി വിമർശിച്ചു. സംഭവത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് പോലീസിനോട് കോടതി ചോദിച്ചു. പാതയോരങ്ങളിൽ പോലും സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും നടത്തുന്നതിനെ വിലക്കുള്ളപ്പോഴാണ് വഞ്ചിയൂരിൽ പ്രധാന വഴി പൂർണ്ണമായും അടച്ചുകൊണ്ട് സിപിഎമ്മിന്റെ സമ്മേളനം നടന്നത്. മരട് സ്വദേശിയായ പ്രകാശൻ എന്നയാളാണ് ഇതിനെതിരെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, DGP എന്നിവരെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഹർജി സമർപ്പിച്ചത്. ഇത് പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സമ്മേളനം നടത്തിയതിനെയും സർക്കാരിനെയും കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. പൊതുനിരത്ത് കയ്യേറി സമ്മേളനങ്ങളും യോഗങ്ങളും നടത്തുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് ഇനി കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വഞ്ചിയൂരിലെ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. കോടതിയെ ലക്ഷ്യത്തിനുള്ള നടപടിയെടുക്കേണ്ട സംഭവമാണിതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അടുത്ത ദിവസം കേസ് വീണ്ടും പരിഗണിക്കും. വഴി തടഞ്ഞ് കെട്ടിയ പന്തലിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് M.V. ഗോവിന്ദനായിരുന്നു. തുടർന്ന് KPAC-യുടെ നിങ്ങളെന്ന കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും സമ്മേളന വേദിയിൽ അരങ്ങേറിയിരുന്നു. 50ഓളം പോലീസുകാരെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ഗതാഗതം നിയന്ത്രിക്കാനായി നിയോഗിച്ചിരുന്നത്. വഞ്ചിയൂർ ജംഗ്ഷനിലെ റോഡിന്റെ ഒരു വശം പൂർണ്ണമായും അടച്ചാണ് വേദിയൊരുക്കിയത്. റോഡടച്ചുള്ള സമ്മേളനത്തിനെതിരെ വഞ്ചിയൂർ CPM ഏരിയ കമ്മിറ്റിക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിനാണ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ അനധികൃത സംഘം ചേരൽ, ഗതാഗത തടസ്സം, പോലീസിനോട് അപമര്യാദയായി പെരുമാറൽ എന്നിവയ്ക്കാണ് കേസ്. സമ്മേളന പരിപാടികൾ നടത്താൻ മാത്രമാണ് CPM അനുമതി വാങ്ങിയിരുന്നത്. നടുറോഡിൽ സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. വഞ്ചിയൂർ കോടതിയുടെ സമീപത്തുള്ള റോഡിലാണ് സമ്മേളന വേദി ഒരുക്കിയത്. സമ്മേളന ദിനത്തിൽ ആംബുലൻസുകളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ ഗതാഗത കുരുക്കിൽ പെട്ടിരുന്നു.